അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജനാസ. ഒരു ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ സവിധത്തിലൂടെ സമീപത്തുകൂടെ കടന്നുപോയപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻ. ഇന്ന് എത്രയെത്ര മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ടോ? അവൻ ഇന്നലെ മരിച്ചു, അവൻ വണ്ടി ഇടിച്ചു മരിച്ചു, അവൻ വിദേശത്ത് വെച്ച് മരിച്ചു, അവൻ മരിച്ചിട്ട് 1 മാസം ഫ്രിഡ്ജിലായിരുന്നു, ഇപ്പോഴാണ് അവന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നത്. ഈ വിശേഷമല്ലാതെ മറ്റാഖിറത്തെ കുറിച്ചുള്ള വിശേഷം പറയാറുണ്ടോ? ആരെങ്കിലും പറയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണിത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, മുസ്തരീഹുൻ ഔ മുസ്തറാഹും മിൻഹു. ഒന്നുകിൽ അവൻ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, മൽ മുസ്തരീഹു യാ റസൂലല്ലാഹ് വമൽ മുസ്തറാഹു മിൻഹു യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ മുസ്തരീഹ്? ആരിൽ നിന്നാണ് ലോകം രക്ഷപ്പെട്ടത്? ആരിൽ നിന്നാണ് ഈ വ്യക്തി രക്ഷപ്പെട്ടത്? ആരാണ് രക്ഷപ്പെട്ടത്? അങ്ങ് വ്യംഗ്യമായി പറഞ്ഞല്ലോ നബിയെ. അതിന്റെ വിശദീകരണം, വ്യാകരണം നൽകണം ഹബീബേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പോകുന്ന മയ്യത്ത് വിശ്വാസിയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണ്. ഈ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ മയസ്തരീഹു മിൻ തഅബിദ് ദുനിയാ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. ഒരാൾ മരിച്ചാൽ നാം പറയുന്ന വാക്ക്, അയാൾ മരിച്ചുപോയി. ആ മുസ്ലിമീങ്ങളാണെങ്കിൽ ചത്തുപോയി, അയാൾ വടിയായി, അല്ലെങ്കിൽ അയാൾ വെടിയായി, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു മരണത്തെ നിങ്ങൾ ആ വാക്ക് കൊണ്ട് വിലയിരുത്തരുത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖദിർതഹല മിൻ ദാരിദ് ദുനിയാ ഇലാ ദാരിൽ ആഖിറ. ഒരാൾ മരിച്ചാൽ ഖദിൻതഖല ഇലാ റഹ്മത്തില്ലാ. അവൻ മരിച്ചിട്ടില്ല, അവൻ താമസം മാറ്റിയതാണ്, താമസം മാറിയതാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവൻ താമസം മാറിയതാണ്, യാത്ര തിരിച്ചതാണ്. ഇതാണ് ഒരു മുസൽമാൻ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത്. അല്ലാഹുവിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. നമ്മൾ മരിച്ചു, മരണമടഞ്ഞു, മൃതിയടഞ്ഞു, നിര്യാതനായി, ഇല്ലാത്ത വലാ മുസീബത്ത് പേരുകളെ കൊടുക്കും. റഹ്മത്ത് കൊണ്ടുള്ള ദുആ നമ്മൾ ചെയ്യാറില്ലല്ലോ. ഖദിർതഹല ഇലാ റഹ്മത്തില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ് ഖദിർതഹല ഇലാ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം മടങ്ങി. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അറബികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു യർഹം വാലിദൈ, അവന്റെ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ, അതേ പറയുള്ളൂ. റഹ്മത്തിലേക്ക് പോയി, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോയി. ഇതാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു, അയാൾ ഇന്നലെ വടിയായി, ആവശ്യമില്ലാത്തൊരു വാക്ക്, മൂക്കി പഞ്ഞു വെച്ചു, കാല് കൂട്ടിക്കെട്ടി, ഇതുപോലുള്ള വാക്കുകളാണ് ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ പറയേണ്ട നല്ല വാക്ക്. ഉറുദുക്കാരെ ഇന്തിഖാൽ ഹോഗയ, ഇന്ന ആള് മരിച്ചുപോയി എന്ന് പറയുന്ന ഇന്ന് ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചു, ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ലക്ഷ്യം? ഒന്നുകിൽ യസ്തരീഹു മിൻ തഅബിദ് ദുനിയാ മിൻ അദാഹാ ഇലാ റഹ്മത്തില്ലാ. ദുനിയാവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ദുനിയാവിന്റെ വേദനകളിൽ നിന്നും, ദുനിയാവിന്റെ അസ്വസ്ഥതകളിൽ നിന്നും, ദുനിയാവിന്റെ എല്ലാ സകലമാന പ്രശ്നങ്ങളിൽ നിന്നും അവനതാ രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അതൊരു അവിശ്വാസിയാണെങ്കിൽ, ഒരു മോശമായ സ്വഭാവക്കാരനാണ് മരിച്ചതെങ്കിൽ, പലിശക്കാരനാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, നാട്ടിൽ അഹങ്കാരത്തിന് കൂട്ടി നിൽക്കുന്നവനാണ്,
മരിച്ചുപോയതെങ്കിൽ യസ്തരീഹു മിൻഹുൽ ബിലാദു വശജറു വൽ ഉബ്ബാദു വദ്ദവാബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ അഹങ്കാരിയിൽ നിന്ന് നാട് രക്ഷപ്പെട്ടിരിക്കുകയാണ്, കാലികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, വൃക്ഷങ്ങളും സസ്യങ്ങളും രക്ഷപ്പെട്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവനും ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ ആശയം. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ നാം ഉൾപ്പെടണം. രണ്ടാമതായി പറഞ്ഞതിൽ ഉൾപ്പെട്ടു പോകരുത്. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകളാണ്. ഒരു കള്ളുകൂടിയൻ കുടിച്ച് നാട്ടിന് മൊത്തം പ്രശ്നം, എന്നും വഴക്ക്. അയാൾ മരിച്ചുപോയാല് നാട്ടുകാരെന്താ പറയാ? ഓ കഷ്ടപ്പെടച്ചോനെ, മരിച്ചുപോയല്ലോ റബ്ബേ, ഒരു 10 വർഷം കൂടെ നീ ആയുസ് കൊടുത്തില്ലല്ലോ അള്ളാഹു. ആരെല്ലാം അങ്ങനെ പറയോ? ഓ ആ വല ചത്ത് കിട്ടി, പടച്ചോനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാലോ എന്നല്ലേ പറയുള്ളൂ? അങ്ങനെയല്ലേ പറയുള്ളൂ? നാട്ടിൽ ഒരു അഹങ്കാരിയായ ഭരണാധികാരി, ഒരു തെമ്മാടിയായ ഭരണാധികാരി നാട് ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ മഹല്ല് ഭരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ഭരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നു, എന്തുവാകട്ടെ, നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഈ ചങ്ങാതി മാറയില്ല, അവ മരിച്ചുപോലും നാട്ടുകാർ പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാ, നമ്മുടെ പള്ളി സലാമത്തായി, നമ്മുടെ നാട് സലാമത്തായി, നമ്മുടെ പഞ്ചായത്ത് സലാമത്തായി, നമ്മുടെ വീട് സലാമത്തായി എന്ന് പറയൂലേ? യസ്തരീഹു മിൻഹുൽ ഇബാദ് വൽ ബിലാദ് വശജറു വദ്ദവാബ്. രണ്ട് കൂട്ടരാണ് മയ്യത്ത് കെട്ടിൽ കിടന്നിട്ട് പോകുന്നത്. നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം, നല്ല വാക്കുകൾ നമുക്ക് കിട്ടണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദാ ഉളിയത്തിൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഖാലത് യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ. ഓർക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മതപ്രഭാഷണം വർഷം തോറും വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളണേ. പ്രസംഗം വിലയിരുത്തല്ലേ. ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് പോകാമെന്നല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ആരുടെയും വിലയിരുത്തലുകൾക്ക് നമുക്കിവിടെ പ്രാമുഖ്യമില്ല, അതിനിവിടെ പരിഗണനയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് ഇവിടെ പരിഗണന. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും എന്നെ ശ്രവിക്കുന്ന പള്ളത്തുകാരും കാസർഗോട്ടുകാരും നാം മരിച്ചു പോകുമെന്ന ഉത്തമ ബോധത്തോടെയാണ് ഈ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാള് മരിച്ചു വീണ് കഴിഞ്ഞാൽ ആ മയ്യത്ത് ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ, ആ മയ്യത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച മയ്യത്താണ്, നമസ്കാരമില്ലാത്ത മയ്യത്താണ്, പലിശ വാങ്ങിയ മയ്യത്താണ്, മദ്യപിച്ച മയ്യത്താണ്, ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവിതം നയിച്ച മയ്യത്താണ്, ആരാന്റെ സ്വത്തുകളും പണവും അപഹരിച്ചെടുത്ത മയ്യത്താണ്, ആരാനെ വഞ്ചിച്ച് കാശുണ്ടാക്കിയ മയ്യത്താണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മയ്യത്താണ്. ആ മയ്യത്താണ് ജനങ്ങളുടെ തോളിലേറ്റി വെച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് അതിന്റെ അവകാശികളോട് വിളിച്ചു പറയുമത്രേ, അഖിറൂനി അഖിറൂനി യാ വൈലഹും യാ വൈലഹും. എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ താങ്ങിക്കൊണ്ടു പോകുന്നവരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അഖിറൂനി, എന്റെ വീട്ടിലേക്ക് മടക്കണേ, എന്റെ സ്വദേശത്തേക്ക് മടക്കണേ, എന്റെ നാട്ടിലേക്ക് മടക്കണേ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ. ആരറിയുന്നു, ആര് കേൾക്കുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലയോ ഇത്? എല്ലാവരും ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഈ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അഹങ്കാരിയായ മയ്യത്ത് വിളിച്ചു പറയുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, അഖിറൂനി അഖിറൂനി. നല്ലവനാണ്, നമസ്കാരമുള്ളവനാണ്, പലിശ ഒഴിവാക്കിയവനാണ്, ഹറാം ഒഴിവാക്കിയവനാണ്, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് കൊണ്ടുപോകുന്നവരോട് വിളിച്ചു പറയുകയാ, ഖദിമൂനി ഖദിമൂനി,
താമസിപ്പിക്കല്ലേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. അവൻ രണ്ട് രീതിയിലായിരിക്കാം ആ മരണത്തെ അവൻ നേരിടുക. ഒന്ന് നല്ല അവസ്ഥയിൽ, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ. ഈ രണ്ടാലൊരു മരണമായിരിക്കും നാം നേരിടുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഖബറിന്റെ കാലൊച്ചകളിലേക്ക് നമ്മുടെ വിഷയം കടക്കുകയാണ്. ഇതുവരെക്കും ഞാൻ അതിന്റെ മുഖപുരകളാണ് പറഞ്ഞു വെച്ചത്. ഇനി നാം ഖബറിലേക്ക് അല്പം പോകാം. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മരണമാണല്ലോ നമ്മുടെ വിഷയം. ആ മരണത്തിലൂടെയാണ് ഖബറിലേക്ക് പോവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കുമ്പോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാണാതെ മരിക്കുകയില്ല. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ ഹത്താ യഅലമ ഐന മസീറുഹു വഹത്താ യറാ മഖഅദഹു മിനൽ നാരി ഫിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ച് ഒരാൾ മരിക്കുമ്പോ ഖബറിലേക്ക് പോകുന്നതിന് തയ്യാറെടുപ്പാണ് അവന്റെ മരണമെങ്കിൽ, ആ മരണത്തെ വരിക്കുന്നതിന് മുമ്പ് അവൻ എവിടേക്കാണ് പോവുക എന്ന് അവൻ ആദ്യമായി കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുകയില്ല. ഒന്നുകിൽ അവൻ സ്വർഗസ്ഥനാണെങ്കിൽ ആ സ്വർഗം കാണാതെ, അതല്ലെങ്കിൽ നരകവാസിയാണെങ്കിൽ ആ നരകം കാണാതെ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോവുകയില്ല. അല്ലാഹു അക്ബർ. രണ്ടാമൊരു കാര്യം ഉറപ്പ്, ഇവിടെ വെച്ച് റിസൾട്ട് തരികയാണ്. ഒന്നുകിൽ നീ പോകുന്ന ഓക്കെ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോ കാസർഗോഡ് എംബസിയുടെ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോ അടിച്ചു കിട്ടിയാ ഓക്കെ, ഇറങ്ങിയാലും ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാലൊന്നും ഉറപ്പ്, അല്ലേ? രണ്ടാലൊന്നും ഉറപ്പ്. ഒന്നുകിൽ കബൂലാവും, ഇല്ലെങ്കിൽ തിരിച്ചടിക്കും. രണ്ടാലൊന്നും ഉറപ്പ് എന്നതുപോലെയാണ് ഒരാൾ മരിക്കാറായിട്ട് കിടക്കുമ്പോ മലക്കുകൾ വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്.